ഹായ് ഓൾ. ഇനി അങ്ങോട്ടുള്ള എല്ലാ എക്സാംസിനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഇംഗ്ലീഷ് മലയാളം വൊക്കാബുലറിയുടെ ഒരു സീരീസ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ള വൊക്കാബുലറീസ് ആണ് ഇതിനു വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വൊക്കാബുലറിയിലേക്ക് പോകാം. മാക്സിമം നമുക്ക് കണക്ഷനും കോഡും ഒക്കെ ഇട്ട് തന്നെ പഠിക്കാൻ നോക്കാം. അതാവുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിലിരിക്കും. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് കുറച്ച് ഇഡിയംസ് ആണ്. നമ്മുടെ ഫസ്റ്റ് ഇഡിയം ഹാൻഡ് ആൻഡ് ഗ്ലൗ. അതിൻ്റെ അർത്ഥം വെരി ഫ്രണ്ട്ലി എന്നാണ്. ഹാൻഡ് ആൻഡ് ഗ്ലൗ എന്ന ഇഡിയത്തിൻ്റെ മീനിങ് വെരി ഫ്രണ്ട്ലി എന്നാണ്. അതായത് നമ്മളൊരു ഫ്രണ്ടിനെ കാണുമ്പോൾ ഗ്ലൗസ് ഇട്ട കൈ കൊണ്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു എന്ന് ആലോചിച്ചാൽ മതി. ഹാൻഡ് ആൻഡ് ഗ്ലൗ, വെരി ഫ്രണ്ട്ലി. ആ കണക്ഷൻ കിട്ടിയല്ലോ. നമ്മൾ ഫ്രണ്ടിനെ കാണുമ്പോൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു, ഗ്ലൗസ് ഇട്ട കൈ വെച്ചിട്ടാണ് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തത്. സോ ഹാൻഡ് ആൻഡ് ഗ്ലൗ, വെരി ഫ്രണ്ട്ലി. ഇനി അടുത്തത് ദ ആൽഫ ആൻഡ് ഒമേഗ, ബിഗിനിങ് ആൻഡ് എൻഡ്. അതാണ് മീനിങ്. ആൽഫ ആൻഡ് ഒമേഗ, ബിഗിനിങ് ആൻഡ് എൻഡ്. ഇനി അടുത്തത് നോക്കാം. ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്. ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്, ഇതിൻ്റെ മീനിങ് വരുന്നത് കൃത്യമായി പറയുക എന്നുള്ളതാണ്. അപ്പോൾ തലയിൽ ആണിയടിക്കുക എന്ന് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുക എന്നതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്, ആ ഇഡിയത്തിൻ്റെ മീനിങ് വരുന്നത് സെഡ് എക്സാക്ട്ലി ദ റൈറ്റ് തിങ്. അതായത് ശരിയായ കാര്യം കൃത്യമായി പറയുന്നതിനെയാണ് ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന് പറയുന്നത്. അടുത്തത് എഗ് ഓൺ യുവർ ഫേസ്. അതായത് നമുക്ക് തെറ്റ് പറ്റുക, അബദ്ധം പറ്റുക, അതൊക്കെയാണ് എഗ് ഓൺ യുവർ ഫേസിൻ്റെ മീനിങ് വരുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഓംലെറ്റോ എന്തെങ്കിലും ഉണ്ടാക്കാൻ നേരം മുട്ട പൊട്ടിച്ചപ്പോൾ അത് നമ്മുടെ ഫേസിലായി എന്ന് വിചാരിക്കുക. അപ്പോൾ അതെന്താ, അതൊരു അബദ്ധമല്ലേ, അതൊരു മിസ്റ്റേക്കാണ്. സോ എഗ് ഓൺ യുവർ ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബദ്ധം പറ്റുക, മിസ്റ്റേക്ക് പറ്റുക എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. അടുത്തൊരു ഇഡിയം നമുക്ക് നോക്കാം. ഹോട്ട് പൊട്ടറ്റോ, ഒരു സങ്കീർണമായ പ്രശ്നം, കോൺട്രവേഴ്ഷ്യൽ അല്ലെങ്കിൽ ഒരു സെൻസിറ്റീവ് ഇഷ്യൂവിനെയാണ് ഹോട്ട് പൊട്ടറ്റോ എന്ന് പറയുന്നത്. അതായത് വളരെ ചൂടായിട്ടുള്ള ഒരു പൊട്ടറ്റോ നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ആകെ ഡിസ്കംഫർട്ട് ആയിരിക്കും അല്ലേ, അതൊരു പ്രശ്നമാണ്. അങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു ഹോട്ട് പൊട്ടറ്റോ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാണ്. നമുക്കത് എവിടെയെങ്കിലും വെച്ചാൽ മാത്രമേ നമുക്കൊരു കംഫർട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതൊരു കോൺട്രവേഴ്ഷ്യൽ അല്ലെങ്കിൽ സെൻസിറ്റീവ്, സങ്കീർണമായ ഒരു പ്രശ്നമാണ് എന്ന് ഓർക്കുക. ഇങ്ങനെ പഠിച്ചാൽ നിങ്ങളിത് മറന്നു പോവില്ല. അതുകൊണ്ടാണ് മാക്സിമം ഇങ്ങനെ കണക്ഷൻ ഇട്ട് പറയുന്നത്. സോ ഹാൻഡ് ആൻഡ് ഗ്ലൗ നമ്മൾ എങ്ങനെയാ പറഞ്ഞത്? ആ ഫ്രണ്ടിനെ കണ്ടപ്പോൾ ഗ്ലൗസ് ഇട്ട കൈ കൊണ്ട് ഷേക്ക് ഹാൻഡ് കൊടുത്തു. അപ്പോൾ വെരി ഫ്രണ്ട്ലി. ആൽഫ ആൻഡ് ഒമേഗ, ബിഗിനിങ് ആൻഡ് എൻഡ്. ഇനി ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്, തലയിൽ കൃത്യമായിട്ട് ആണി അടിച്ചു. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? കൃത്യമായി പറയുക. അതായത് ശരിയായ കാര്യം കൃത്യമായി പറയുന്നതിനെയാണ് ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന് പറയുന്നത്. ഇനി എഗ് ഓൺ യുവർ ഫേസ്, ഫേസിൽ എഗ് ആയിട്ടുണ്ടെങ്കിൽ എന്താണ്? അതൊരു ബിഗ് മിസ്റ്റേക്ക് ആണല്ലേ, അതൊരു അബദ്ധമാണ്. അപ്പോൾ എഗ് ഓൺ യുവർ ഫേസ് ടു മേക്ക് എ ബിഗ് മിസ്റ്റേക്ക് എന്നാണ് ഐഡിയത്തിൻ്റെ മീനിങ് വരുന്നത്. ഹോട്ട് പൊട്ടറ്റോ, കയ്യിൽ ചൂട് പൊട്ടറ്റോ ഉണ്ടെങ്കിൽ അതൊരു സങ്കീർണമായ പ്രശ്നമാണ്. സോ അതിൻ്റെ മീനിങ് വരുന്നത് എ കോൺട്രവേഴ്ഷ്യൽ ഓർ സെൻസിറ്റീവ് ഇഷ്യൂ. അപ്പോൾ ഈ ഇഡിയം ഇപ്പോൾ തന്നെ എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോവാം. ഇനി നമുക്ക് കുറച്ച് സിനോണിം പഠിക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സെൻട്രിക്. എക്സെൻട്രിക് എന്ന് പറയുന്നത് കുറച്ച് വിചിത്രമായിട്ടുള്ള, പെക്യുലിയർ ആയിട്ടുള്ളതിനെയാണ് നമ്മൾ എക്സെൻട്രിക് എന്ന് പറയുന്നത്. എക്സെൻട്രിക്, വിചിത്രമായ, പെക്യുലിയറായ. ഇനി ഡിസ്മൽ. ഡിസ്മൽ എന്ന് പറഞ്ഞാൽ ശോകമായ, ഗ്ലൂമി ആയിട്ടുള്ളതിനെയാണ് ഡിസ്മൽ എന്ന് പറയുന്നത്. അടുത്തത് സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന ഒരു വേർഡാണ് ബെനവലന്റ്, കൈൻഡ് ഹേർട്ടഡ്. ദയുള്ള ആളിനെയാണ് നമ്മൾ ബെനവലന്റ് എന്ന് പറയുന്നത്. ബെനവലന്റ്, കൈൻഡ് ഹേർട്ടഡ് സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ബെനവലന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബെനവലന്റ്, കൈൻഡ് ഹേർട്ടഡ്. ഇനി നമുക്ക് അടുത്ത വേർഡ് നോക്കാം. അക്രൂ. അക്രൂവിൻ്റെ മീനിങ് വരുന്നത് ഗ്യാദർ, കൂടിച്ചേരുക, ചേർത്ത് വെക്കുക, അങ്ങനെയൊക്കെയാണ് അക്രൂവിൻ്റെ മീനിങ് വരുന്നത്. അക്രൂ, ഗ്യാദർ, അക്രൂ, ഗ്യാദർ. ഇനി അടുത്ത വേർഡ് നോക്കാം. എസ്ഷ്യൂ. എസ്ഷ്യൂവിൻ്റെ മീനിങ് വരുന്നത് അവോയ്ഡ്. ഈ എസ്ഷ്യൂവിൻ്റെ ലാസ്റ്റ് ഒരു പാർട്ട് നിങ്ങളൊന്ന് നോക്കിക്കേ. ഈ ച്യൂ എന്നൊരു സാധനം വരുന്നുണ്ടല്ലേ, ച്യൂ. ച്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചുവിങ്കം ആലോചിക്കാമല്ലോ. ചുവിങ്കം ഒക്കെ നമ്മൾ ചവച്ചിട്ട് എന്ത് ചെയ്യും? പിന്നെ നമ്മളത് അവോയ്ഡ് ചെയ്യും അല്ലേ. അപ്പം എസ്ഷ്യൂ, അവോയ്ഡ്, എസ്ഷ്യൂ, അവോയ്ഡ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. എക്സെൻട്രിക്കിൻ്റെ മീനിങ് പെക്യുലിയർ. ഡിസ്മൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലൂമി, ശോകമായിട്ടുള്ളതിനാണ് ഡിസ്മൽ എന്ന് പറയുന്നത്. ബെനവലന്റ്, കൈൻഡ് ഹേർട്ടഡ് ആണ്, സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന ഒരു വൊക്കാബുലറി ആണ്. അക്രൂ മീനിങ് വരുന്നത് ഗ്യാദർ. എസ്ഷ്യൂ, അവോയ്ഡ്, ചുവിങ്കം ഒക്കെ ചവച്ചിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യും. എസ്ഷ്യൂ, അവോയ്ഡ്. ഇനി നമുക്ക് ആൻറ്റോണിംസ് നോക്കാം. ബെനവലന്റ് നമ്മൾ മീനിങ് പഠിച്ച വേർഡാണ് അല്ലേ, കൈൻഡ് ഹേർട്ടഡ്. അതായത് ദയുള്ള ആളെയാണ് ബെനവലന്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് മെലവലന്റ്, കുറച്ച് ക്രൂരമായിട്ടുള്ള ആ ഒരു കൈൻഡ് ഓഫ് ആളാണ് മെലവലന്റ്.
ഇനി അടുത്തത് ജനറസ്. വളരെ ഉദാരമായിട്ട് ചിലവാക്കുന്ന ആളിനെയാണ് നമ്മൾ ജനറസ് എന്ന് പറയുന്നത്. ഉദാരമായ എന്നാണ് ജനറസിന്റെ മീനിങ്. ഇനി അടുത്തത് കാര്യങ്ങൾ ചിലവ് ചുരുക്കി അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് അവരാണ് എക്കണോമിക്കൽ. അപ്പോൾ ജനറസിന്റെ ഓപ്പോസിറ്റ് എക്കണോമിക്കൽ ആണ്. അടുത്തൊരു വേർഡ് ഡിസെമിനേറ്റ്. ഡിസെമിനേറ്റ് എന്ന് പറയുമ്പോൾ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എന്താ? വിത്ത്ഹോൾഡ്. അങ്ങനെ സ്പ്രെഡ് ചെയ്യാതിരിക്കുക, ഒരു സ്ഥലത്ത് ഇങ്ങനെ തടഞ്ഞു വെക്കുക, അതാണ് വിത്ത്ഹോൾഡ്. ഡിസെമിനേറ്റ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. ഡിസെമിനേറ്റിന്റെ ഓപ്പോസിറ്റ് വരുന്നത് വിത്ത്ഹോൾഡ് ആണ്. അടുത്തത് റിജിഡ്, കർക്കശമായ, അതാണ് റിജിഡ്. റിജിഡിന്റെ ഓപ്പോസിറ്റ് ഫ്ലെക്സിബിൾ, അയവുള്ള. അപ്പോൾ റിജിഡ് ഫ്ലെക്സിബിൾ ആണ് ഓപ്പോസിറ്റ്. അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാവർക്കും അറിയാമല്ലോ, നന്ദി. അതിന്റെ ഓപ്പോസിറ്റ് വരുന്നത് നന്ദികേട്, ഇൻഗ്രാറ്റിറ്റ്യൂഡ് ആണ്. സോ നമുക്ക് ആന്റണിംസ് ഒന്നുകൂടി നോക്കാം. ബെനവലന്റ് ഓപ്പോസിറ്റ് മെലവലന്റ്, ജനറസ് ഓപ്പോസിറ്റ് എക്കണോമിക്കൽ, ഡിസെമിനേറ്റ് ഓപ്പോസിറ്റ് വിത്ത്ഹോൾഡ്. ഡിസെമിനേറ്റിന്റെ മീനിങ് എന്താണ്? സ്പ്രെഡ് ചെയ്യുക എന്നാണ്. ഡിസെമിനേറ്റിന്റെ ഓപ്പോസിറ്റ് വിത്ത്ഹോൾഡ്. അടുത്തത് റിജിഡ് ഓപ്പോസിറ്റ് ഫ്ലെക്സിബിൾ, ഗ്രാറ്റിറ്റ്യൂഡ് ഓപ്പോസിറ്റ് ഇൻഗ്രാറ്റിറ്റ്യൂഡ്. ഇനി നമുക്ക് കുറച്ച് മലയാളം വൊക്കാബുലറീസ് പഠിക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഒറ്റപ്പദം നോക്കാം. ഋഷിയെ സംബന്ധിച്ചത് ആർഷമാണ്. സ്ഥിരം എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഋഷിയെ സംബന്ധിച്ചെന്ന് പറയുന്നത് ആർഷം. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസയാണ്. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസയും അറിയാൻ ആഗ്രഹിക്കുന്ന ആളെ നമ്മൾ വിളിക്കുന്നത് ജിജ്ഞാസു എന്നുമാണ്. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ, അറിയാൻ ആഗ്രഹിക്കുന്ന ആള് ജിജ്ഞാസു. ഋഷിയെ സംബന്ധിച്ചത് ആർഷം. ഇനി കഥയുടെ പ്രധാനമായ അംശമാണ് കഥാസാരം. അപ്പോൾ ഋഷിയെ സംബന്ധിച്ചത് ആർഷം, അറിയാൻ ഉള്ള ആഗ്രഹം ജിജ്ഞാസ, അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ ജിജ്ഞാസു. കഥയുടെ പ്രധാനമായ അംശം കഥാസാരം. ഇനി നമുക്ക് കുറച്ച് പര്യായപദങ്ങൾ പഠിക്കാം. അഗ്നി, പാവകൻ, അനലൻ. ഈ അനലൻ ശ്രദ്ധിക്കണം, സ്ഥിരം എക്സാമിന് ചോദിക്കുന്നതാണ്. അനലൻ അഗ്നിയും അനിലൻ കാറ്റുമാണ്. ഇത് വെച്ചിട്ട് സ്ഥിരം PSC ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അനലൻ അഗ്നി, അനിലൻ കാറ്റ്. ഇത് തെറ്റിപ്പോവരുത്, അനലനാണ് അഗ്നി. അപ്പൊ അഗ്നിയുടെ പര്യായങ്ങൾ നമുക്ക് നോക്കാം. പാവകൻ, അനലൻ, ദഹനൻ, ജ്വലനൻ, വഹ്നി, ജാതവേദസ്. അപ്പൊ അഗ്നിയുടെ പര്യായങ്ങൾ എന്തൊക്കെയാണ്? പാവകൻ, അനലൻ, ദഹനൻ, ജ്വലനൻ, വഹ്നി, ജാതവേദസ്. ഇനി അടുത്തത് നോക്കാം. അങ്കണം, മുറ്റം, ചത്വരം, അജിരം. ഇതൊക്കെ അങ്കണത്തിന്റെ പര്യായങ്ങളാണ്. മുറ്റം, ചത്വരം, അജിരം, അങ്കണം. അപ്പോൾ അങ്കണത്തിന്റെ പര്യായങ്ങൾ ഏതൊക്കെയാണ്? മുറ്റം, ചത്വരം, അജിരം. ഇനി അമ്മ, അമ്മയുടെ പര്യായം ജനനി, ജനിത്രി, ജനയിത്രി, അംബ, മാതാവ്, പ്രസു. അമ്മ, ജനനി, ജനിത്രി, ജനയിത്രി, അംബ, മാതാവ്, പ്രസു. ഇനി അരയെണ്ണം നോക്കാം. ഹംസം, മരാളം, മരാളകം, അന്നം. അരയന്നത്തിന്റെ പര്യായങ്ങൾ എന്തൊക്കെയാണ്? ഹംസം, മരാളം, മരാളകം, അന്നം. ഇനി ആട്, മേഷം, അജം, ചാകി, ചാകം, മേടം, ഉരബ്രം, ഉരണം. അതിൽ മേഷം, അജം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആട്, മേഷം, അജം, ചാകി, ചാകം, മേടം, ഉരബ്രം, ഉരണം. ഇനി നമുക്ക് ആനയുടെ പര്യായ പദങ്ങൾ നോക്കാം. ഗജം, ദന്തി, വാരണം, കരി. ഇതിൽ കരിയും ഗജവും എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ ബാക്കി വേർഡ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ദന്തി, വാരണം, ഇബം, ഹസ്തി, ദ്വിപം, കളഭം. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആനയുടെ പര്യായങ്ങൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഗജം, ദന്തി, വാരണം, കരി, ഇബം, ഹസ്തി, ദ്വിപം, കളഭം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന വൊക്കാബുലറി. ഈ സീരീസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അറിയാലോ, ഈ വർഷം ഒരുപാട് എക്സാംസ് ഉണ്ട്. അപ്പോൾ ഇപ്പം മുതലേ ഈ വൊക്കാബുലറി കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സാമിൻ്റെ ടൈം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് വൊക്കാബുലറി അത്യാവശ്യം നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും.
അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്